ഏതാണ്ട് 3,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്താണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത്. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്. പക്ഷേ കുറേ കാലമായിട്ട് സുരേഷ് ഗോപിയുടെ ജയം ഒരു ജയമല്ല, അത് അവിഹിത മാർഗങ്ങളിലൂടെ ഉണ്ടാക്കിയതാണ്, പൂരം കലക്കി ഉണ്ടാക്കിയതാണ് എന്ന് 1,50,000 വോട്ടിന് തോറ്റുപോയ കെ മുരളീധരനാണ് പറയുന്നത്. ഇപ്പോൾ VS സുനിൽകുമാറും നിലവിളിക്കുകയാണ്. അപ്പോൾ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ജനഹിതമനുസരിച്ചല്ല, ജനഹിതം അട്ടിമറിച്ചാണ് എന്നൊരു കാമ്പയിൻ വളരെ പ്രബലമായി നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അൻവർ വിവാദവും അങ്ങനെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പൊളിറ്റിക്സിലെ പല ഫാക്ടേഴ്സ് നിങ്ങളുടെ വിജയത്തിന് കാരണമാകും. അതിലൊന്ന് ഒരുപക്ഷെ ഈ പൂരത്തിൽ സംഭവിച്ച കൺഫ്യൂഷനുമാകാം. പൂരത്തിൽ ഉണ്ടായ സംഭവത്തിൽ പൂരപ്രേമികൾക്ക് വിഷമമുണ്ട്, അതുകൂടാതെ കച്ചവടക്കാർക്ക് അവർക്കൊക്കെ വിഷമമുണ്ടായി. അന്ന് കാണിച്ചു തരാം. കാരണം ആ പൂരം ഒരു ലോജിക്കൽ കൺക്ലൂഷൻ എത്തിച്ചത് സുരേഷ് ഗോപിയുടെ മധ്യസ്ഥതയിലാണ്. സുരേഷ് ഗോപിയെ എല്ലാവരോടും താഴ്ന്ന് സംസാരിച്ച് കെഞ്ചിക്കുക. അവർ വെടിക്കെട്ട് വേണ്ടാന്ന് പറഞ്ഞു. അതെ, മാറ്റിവെച്ചു. വെടിക്കെട്ടിൻ്റെ സമയം കഴിഞ്ഞല്ലോ, ഉപേക്ഷിച്ചു. സുരേഷ് ഗോപി പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, വെടിക്കെട്ട് ഇതിൻ്റെ ഒരു ചടങ്ങാണ്. അപ്പോഴത്തേക്ക് നേരം വെളുത്ത് 7 മണിയായി. 7 മണിക്കാണോ വെടിക്കെട്ട് നടത്തുന്നത്? വെടിക്കെട്ടിൻ്റെ അതിൻ്റെ ഭംഗിയോ സംഗതിയോ ഒക്കെ ഇരിക്കട്ടെ, വെടിക്കെട്ടോടു കൂടിയാണ് പൂരം അവസാനിക്കേണ്ടത്. അതൊരു റിലീജിയസ് ചടങ്ങും കൂടെയാണ്. എല്ലാ ഇതിനും ഒരു റിച്വൽ പാർട്ടും ഒരു കാർണിവൽ പാർട്ടും ഉണ്ട്. പലരും ധരിക്കുന്നത് ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത് ആചാരവുമായിട്ടൊന്നും ബന്ധമില്ലാത്തതാണ്, ഒരു വെടിക്കെട്ട് നടത്തുക. അങ്ങനെയല്ല, ആചാരങ്ങളുടെ ലിസ്റ്റിൽ അവസാനത്തത് വെടിക്കെട്ടാണ്. ചെറുതായിട്ടെങ്കിലും അത് നടത്തിയില്ലെങ്കിൽ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ കൺവിൻസ് ചെയ്ത് റെഡിയാക്കിയത് സുരേഷ് ഗോപിയാണ്. ഇപ്പം ഈ പരാതിയുമായിട്ട് നടക്കുന്ന സുനിൽകുമാറിനോ മുരളീധരനോ അതിലിടപെടാമായിരുന്നില്ല. ഒന്നും ചെയ്തില്ലല്ലോ. അവരെ കുറ്റമല്ല, അവരുറങ്ങിപ്പോയി. സുരേഷ് ഗോപിക്ക് പക്ഷേ രാത്രി 2:30 മണിക്ക് തന്നെ ഈ വിവരം കിട്ടി. കാരണം ഈ പൂരപ്രേമികൾ കൂടുതലും ഹിന്ദുക്കളും അതിനകത്ത് RSS BJPക്കാരും ഒക്കെ ഉണ്ട്. അവരോടിപ്പോയി സുരേഷ് ഗോപിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പ്രശ്നമാണ്, വരണം എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആംബുലൻസിലാണ് സുരേഷ് ഗോപി പോകുന്നത്. ഇത് മറ്റേ സുനിൽകുമാർ അവിടുത്തെ MLA എന്നുള്ള ഇതുകൊണ്ട്, രാജൻ മന്ത്രിയാണ്. പിന്നെ അവിടെ ബാലേന്ദ്രൻ MLA വേറെ ഉണ്ട്. മറ്റേ ശ്രീരാമനെ കുറിച്ച് ബാലേന്ദ്രൻ ശ്രീരാമൻ എന്തോ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് തെമ്മാടി. ഇവരൊക്കെ അവിടെയുണ്ട്. ഇവർക്ക് പോകാമായിരുന്നല്ലോ, പോയില്ലെന്ന് വെച്ചാൽ അവർ നല്ല ഉറക്കത്തിലായിരുന്നു. അവരെണീറ്റ് പിടിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞു. 7:45 അവർ സ്പോട്ടിൽ വരുമ്പോൾ. അപ്പോഴത്തേക്ക് ഈ കമ്പവും കഴിഞ്ഞ് കാറ്റും ഊതി എന്ന് പറയുന്ന സ്ഥിതിയായി. സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപിക്ക് അതിൻ്റെ ഒരു അപ്രീസിയേഷൻ കിട്ടിക്കാണും. പക്ഷെ വന്നാലും പോയാലും എത്ര വോട്ട്? ഈ 74,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആ ഒറ്റ ഇൻസിഡൻസ് കൊണ്ട് അദ്ദേഹത്തിനുണ്ടാകും. ഇവരൊക്കെ അങ്ങ് പുറകിലായി പോകും എന്നൊക്കെ പറയുന്ന ലോജിക്ക് ബുദ്ധിമുട്ടാണ്. ബട്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെന്ന് ചോദിച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെയും ഉള്ളിലൊരു തോന്നൽ ഒരു 10,000 വോട്ട് കൺസോളിഡേറ്റഡ് ആയിട്ടുണ്ട്. അത് എന്നുവെച്ചാൽ തിരഞ്ഞെടുപ്പ് ഞാനെങ്ങും പോണില്ലപ്പം എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാർ എന്നാൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വന്ന് വോട്ട് ചെയ്യുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വരാം. ഇതൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാകുകയും പിടിക്കുകയൊക്കെ ചെയ്യും. ഇത് ഈ തോറ്റതിന് ജസ്റ്റിഫിക്കേഷനായിട്ട് ഇപ്പോൾ എഴുന്നള്ളിക്കുന്നത് ശരിയല്ല, മര്യാദയല്ല. അന്ന് തന്നെ സുനിൽകുമാറിന് പറയാമായിരുന്നല്ലോ ഇത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞില്ല. ഒരു വർഷമെടുത്തു VD സതീശന് ഇത് പറയാൻ. VD സതീശൻ സ്ഥാനാർത്ഥി ദയനീയമായിട്ട് 3ാം സ്ഥാനത്തേക്ക് പോയതാണ്. ഇപ്പോൾ VD സതീശൻ പറയുന്നു 2024 പൂരം കലക്കാൻ 2023 ഗൂഢാലോചന നടന്നു. RSSൻ്റെ ജനറൽ സെക്രട്ടറിയെ പോയി ADGP കണ്ടത് അതിന് വേണ്ടി. ദത്താത്രേയ ഹൊസബളെ നേരിട്ട് വന്ന് ADGPയുമായിട്ട് ഗൂഢാലോചന നടത്തി പൂരം കലക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ 10 ഗുണ്ടകൾ പോരെ. ഒരു സംഗതി അലമ്പാക്കാനായിട്ട് ആളല്ലോ. 4 പേര് അതിനകത്ത് കിടന്ന് അലമ്പുണ്ടാക്കി. സുനിലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ മനുഷ്യനാണ് സുകുമാർ അഴീക്കോടിൻ്റെ ഒരു യോഗം കലക്കുന്നത്, ഒരേ ഒരാൾ. കോഴിക്കോട് വെച്ചായിരുന്നു. നിറഞ്ഞ ഓഡിറ്റോറിയം, ടാഗോർ തിയേറ്റർ മറ്റാണ് എൻ്റെ ഓർമ്മ. 10,500 പേര് ഇരിപ്പുണ്ട്. സുകുമാർ അഴീക്കോട് പ്രസംഗം തുടങ്ങി. നല്ല വെള്ളമടിച്ച ഒരാൾ
ആദ്യത്തെ നിരയുടെ മുമ്പിൽ അതിൽ വാതിലവിടെയാണില്ല, അതിലേക്ക് കയറി വന്നു. എന്നിട്ട് അവിടെ ചാരി നിന്നു. ആദ്യം തലയാട്ടാൻ തുടങ്ങി. പിന്നെ പറഞ്ഞു, ആ ജോർ ആ താൻ വലിയ പണിക്കനാണല്ലോ, ഇവിടെ തൻ്റെ കാര്യം ഞാനിവിടെ വിളിച്ചു പറഞ്ഞാലല്ലോ. അലമ്പാക്കി ഒറ്റ മനുഷ്യൻ. ആൾക്കാർ എണീറ്റ് ഏറ്റവും മുൻനിരയിലൊക്കെ മാന്യന്മാരാണ്, പ്രൊഫസർമാർ, അവരിവരൊക്കെ. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ, ഇങ്ങനത്തെ ആളിൻ്റെ അടുത്ത് പോകാമോ എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. പുറകിൽ നിന്നും ബാക്കിയുള്ളവർ സംഘാടകരൊക്കെ വന്ന് ഇയാളെ മാറ്റാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഇതിനിടയ്ക്ക് അഴീക്കോടിന് ദേഷ്യം വന്നു, പുള്ളി പ്രസംഗം നിർത്തി. അങ്ങനെ യോഗാലമ്പാക്കി. ഒറ്റ ആൾ, ഒരേ ഒരു കള്ളുകൂടിയൻ. എനിക്ക് സന്തോഷം തോന്നി കേട്ടോ. കാരണം സുകുമാർ അഴീക്കോടിനെ നിശബ്ദനാക്കാൻ ഒരു കള്ളുകൂടിയൻ വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളത് എസ്റ്റാബ്ലിഷായി. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഈ ഒരു ഇവൻറ്റ് അലമ്പാക്കാനായിട്ട് ദത്താത്രേയ ഹൊസബിളെ UDGP അജിത് കുമാറുമായിട്ട് ഗൂഢാലോചന നടത്തേണ്ട 10 അലമ്പൂസം വരെ ഇറക്കി വിട്ട് പോയി കലക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി അലമ്പാക്കും. അല്ല, ഇന്ന് സുരേന്ദ്രൻ കോട്ടയത്ത് പറഞ്ഞിട്ടുണ്ട് 2021 മെയ്യിലാണ് ഹൊസബാളെയും ADGP അജിത് കുമാറും കണ്ടത്. 2024 ഏപ്രിലാണ് പൂരം നടന്നത്. ഇത്രയും സമയമെടുത്ത് 11 മാസം മുമ്പ് ആസൂത്രണം ഒരു കാര്യം അലമ്പാക്കാനായിട്ട് 4 കളുകൂടിയന്മാർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ് ഈ ദത്താത്രേയ ഹൊസബിളെ ഇങ്ങനെയൊക്കെ. ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് എങ്ങും CPIക്കാരുടെ കാര്യം വലിയ കഷ്ടമാണ് കേട്ടോ. പിച്ചക്കാരെ പോലെ CPMൻ്റെ വടക്കുറത്ത് നിൽക്കുകയാണ്. ഗതികേട് ആലോചിച്ച് നോക്ക്. CPI ഇപ്പോൾ LDF വിട്ടു എന്ന് വയ്ക്കുക, പോടാവില്ലെന്ന്. 99 സീറ്റുണ്ട് LDF. അതെ, ഒരു ഘടകകക്ഷിക്കും അവരെ വിറപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് CPIക്ക് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. അതുകൂടാതെ അന്തഛിദ്രം കൊണ്ട് പണ്ടാറടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. KE ഇസ്മായിലിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, ഈ പ്രകാശ് ബാബു സെക്രട്ടറി ആവുന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷെ കാനം ഒസ്യത്ത് എഴുതി വെച്ചു അത്രേ ബിനോയി ആക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അല്ല, അങ്ങനെ ഈ മരണപത്രത്തിലൂടെയൊക്കെ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്ന പാർട്ടിയാണ്. ഇവർക്ക് സംഭവിച്ചത് എന്താ? KE ഇസ്മായിലിനെ പുറത്താക്കണം. KE ഇസ്മായിലിനെ തള്ളി വാതിലിൻ്റെ അവിടം വരെ കൊണ്ടുപോയി. KE ഇസ്മായിലിന് ഇച്ചിരി സൈസ് ഉണ്ടല്ല, വാതിലിൽ ഉടക്കി. ഇപ്പോൾ KE ഇസ്മായിൽ പുറത്തേക്കും പോകണില്ല, അകത്തേക്കും വരുന്നില്ല, സ്റ്റക്കായിരിക്കും. നിങ്ങൾ ഒരാളിനെ കൊണ്ടുപോയി അവിടെ സ്റ്റക്കാക്കി കഴിഞ്ഞാൽ വരുന്ന ഗതികേട് എന്താണെന്നറിയാമോ? നിങ്ങൾക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. അതെ, വഴി ഈ KE ഇസ്മായിൽ അവിടെ നിൽക്കുക. ഇസ്മായിൽ പറയുന്നു, നിങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് കുരുക്കിയത്. അവർ പറയുന്നു, ഒന്ന് ഈ ചേട്ടൻ അകത്തേക്ക് കയറാം, അല്ലേ പുറത്തേക്ക് പോ. എടാ, നീ എന്നെ തള്ളി ഇതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് ഞാനിനി എവിടെ പോകാനാണ്? ഇതാണ് ഇസ്മായിൽ. ഇതാ ബിനോയ് വിശ്വത്തിന് ഇയാളെ പുറത്താക്കാനും പറ്റുന്നില്ല, അകത്താക്കാനും പറ്റുന്നില്ല. കാരണം വാതിലിൽ ഉടക്കി. ഇദ്ദേഹത്തെ ഒന്ന് വാതിലിൽ നിന്ന് മാറ്റിയിട്ട് വേണം ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി ഒരു ചായ കുടിക്കാൻ. അതും നടക്കുന്നില്ല. ഈ അവസ്ഥയാണ് CPIയുടെ. പരമദയനീയമായി. എന്നിട്ട് അവരങ്ങോട്ട് ആദർശ രാഷ്ട്രീയത്തിൻ്റെ മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് കാനൻ രാജേന്ദ്രൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കുമായിരുന്നില്ല. എന്ത് നടക്കുമായിരുന്നില്ല എന്ന് എനിക്കറിഞ്ഞൂടെ. എന്താ ഇവരൊക്കെ ഈ പൊങ്ങച്ചം പറയുന്നത്? കാനൻ രാജേന്ദ്രൻ എന്ത് ചെയ്തു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. യെസ് മോളി, കാനൻ രാജേന്ദ്രൻ കാനത്തിൻ്റെ കാലത്ത് പറയുന്നത് വെളിയത്തിൻ്റെ കാലത്താണ് നടക്കില്ലായിരുന്നു. നടക്കില്ല. വെളിയം പറയുന്നത് PK വാസു നായരുടെ കാലത്ത്, ചന്ദ്രപ്പൻ്റെ കാലത്ത്. ചന്ദ്രപ്പൻ അല്ല, വെളിയത്തിന് ശേഷമാണ് ചന്ദ്രപ്പൻ. അപ്പോൾ ഇങ്ങനെ അതിന് മുമ്പ് PK വാസു നായരുടെ കാലത്താണെങ്കിൽ കാണിച്ചു തന്നതിന്, അത് കഴിഞ്ഞിട്ട് M.N. ഗോവിന്ദൻ നായരുടെ കാലത്താണ് നിന്നെയൊക്കെ ഞാൻ പറപ്പിച്ചതിന്. ഇങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാരാണ്. CPIക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം, മിക്കവാറും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് UDF ആയിരിക്കും അധികാരത്തിൽ വരുന്നത്. അത് മുൻകൂട്ടി കണ്ട് എന്തെങ്കിലും ഒരു കാര്യം കച്ചറ പറഞ്ഞിട്ട് ഇറങ്ങി UDFൽ പോവുക. UDFൽ അവർ സ്വാഗതം ചെയ്യും. എത്ര സീറ്റ് കൊടുക്കുക എന്തൊക്കെയെന്നുള്ളത് വേറെ കാര്യം, അത് വേറൊരു കച്ചറയാണ്. അല്ല, കൂട്ടിന് പ്രേമേന്ദ്രൻ്റെ RSP ഉണ്ട്, ഒരു ചുവന്ന കൂടി അവിടെ ഉണ്ട്. പ്രേമേന്ദ്രൻ എന്താണെന്ന് ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന ലാഘവത്തോടെ പുള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ആകെ ഒറ്റയ്ക്ക് ഒരാളല്ലേ ഉള്ളൂ, പാർട്ടി കൂടെ ചോദിക്കാനും പറയാനും പാർട്ടി സഞ്ചിക്കാതാണ് പാർട്ടി. അപ്പോൾ CPIക്കും അങ്ങനെയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. വലിയ കാര്യമൊന്നും അല്ല ഇത്. അവരത് ആഗ്രഹിക്കുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിനോട് അടുത്ത് കഴിയുമ്പോൾ UDFന് അനുകൂലമാണ് കാറ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ CPI അപ്പുറത്ത് പോകാൻ മതി. അതിന് ന്യായവുമുണ്ട്. ഇന്ത്യ മുന്നണിയാണ്. ശരിയാണ്, സംഭവം ശരിയാണ്. ശരി. പക്ഷേ TG അങ്ങനെയല്ല. ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ 20 പാർലമെൻറ്റ് സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു.
ജയിച്ചവർ ജയിച്ചു, തോറ്റവർ പരാജയം അംഗീകരിച്ചു. പക്ഷേ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ മാത്രം LDFും UDFും ഇങ്ങനെ തികട്ടി വരികയാണ്. എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു. തൃശ്ശൂരിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് മനസ്സിലായ തൃശ്ശൂർക്കാർക്ക് പറ്റിയ തെറ്റ്. എല്ലാ റോഡും തവിടുപൊടിയാണ്. സുരേഷ് ഗോപിയെ MP റോഡ് നന്നാക്കിയില്ലെന്ന്. അല്ല, അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, തത്വന്യായം എന്തും ആയിക്കോട്ടെ, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല റോഡ്, കുടിക്കാനുള്ള വെള്ളം, ചവറ് നീക്കം, ഇതുപോലത്തെ കാര്യങ്ങളാണ് ഇപ്പം ഗ്രാമപ്രദേശത്തും നഗരപ്രദേശത്തും ജനങ്ങളുടെ ആവശ്യം. പക്ഷേ സുരേഷ് ഗോപി അവരെ പറഞ്ഞ് ധരിപ്പിച്ചു. ഇതൊക്കെ രാഷ്ട്രീയക്കാർ ചെയ്ത മഹാപാപമാണ്. MLA MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റോഡ് പണിയിൽ യാതൊരു റോളുമില്ല എന്ന് പഞ്ചായത്തി രാജ് ആക്ട് വന്നതിന് ശേഷം എല്ലാവർക്കും വ്യക്തമായിരുന്നു. ബട്ട് ഇവർ വാഗ്ദാനം ചെയ്ത് ഈ റോഡ് ഞാൻ നന്നാക്കാം, മറ്റേ ഞാൻ നന്നാക്കാം. സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപിയാണ് ഇത് പറ്റില്ല എന്ന് പറഞ്ഞത്. പക്ഷേ സുരേഷ് ഗോപിക്ക് മാത്രമായിട്ട് ജനങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല. ജനങ്ങളിത് പ്രതീക്ഷിക്കുന്നു. ഇങ്ങേരെ MP ആണെന്ന് പറഞ്ഞിട്ട് ഈ റോഡിൻ്റെ കിടപ്പ് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഇത് അവർ ചോദിപ്പിച്ചത് ഈ 1993 നരസിംഹറാവുവിൻ്റെ കാലത്ത് ഭരണഘടനാ ഭേദഗതിയുടെ പാസ്സായ പഞ്ചായത്തി രാജ് ആക്ട് വന്നപ്പോൾ ഇവർക്കെല്ലാം ഈ വികസന പ്രവർത്തനത്തിനുള്ള റോഡ് നഷ്ടപ്പെട്ടു. നിങ്ങൾ നിയമനിർമ്മാണ സഭയാണ്, പാർലമെൻ്റ് ആണെങ്കിലും അസംബ്ലി ആണെങ്കിലും. നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ജോലി, റോഡ് പണി ചെയ്യുക എന്നുള്ളതല്ല. അയ്യോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ജനങ്ങളെ ഞങ്ങളെ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ നരസിംഹറാവു ഇത് കൊടുത്തു, MP ഫണ്ട് കൊടുത്തു. അതിനെ തുടർന്ന് സംസ്ഥാനങ്ങളെല്ലാം MLA ഫണ്ട് കൊടുത്തു. ആ ഫണ്ടിൽ എന്തെങ്കിലും ഒരു കലുങ്കോ മൂത്രപ്പുരയോ പണിഞ്ഞിട്ട് VM സുധീരൻ്റെ MP ഫണ്ടിൽ നിന്നും പറഞ്ഞ് വലിയ ബോർഡ് എഴുതി വെച്ചു. അത് സുപ്രീം കോടതിയിൽ ഒരാൾ ചലഞ്ച് ചെയ്തു. സുപ്രീം കോടതി പറഞ്ഞു ബോർഡൊന്നും എഴുതി, നാട്ടുകാരുടെ കാശാണ്, MLA ഫണ്ടെന്ന് പറഞ്ഞാൽ MLA വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലോ, പിന്നെ താനെന്തിനാ ബോർഡ് വയ്ക്കും. ഇപ്പോഴും ബോർഡ് ആൾക്കാർ വയ്ക്കുന്നുണ്ട്. 2 കാര്യങ്ങളാണ് ആൾക്കാർ ചെയ്യുന്നത്. ഒന്ന് ഹൈ മാസ്റ്റ്, വേറൊന്ന് വെയിറ്റിംഗ് ഷെഡ്. കണ്ടിട്ടുണ്ട്. ഇതിന് ഫിക്സഡ് ഒരു പ്രോജക്റ്റ് ജില്ലാ കളക്ടർക്ക് കൊടുക്കണം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി അംഗീകരിച്ചാലേ അത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹൈ മാസ്റ്റുകാരനും വെയിറ്റിംഗ് ഷെഡുകാരനും പ്രോജക്റ്റ് റെഡിയാണ്. സാറൊന്നും അറിയണ്ട, ഈ പ്രോജക്റ്റ് സമർപ്പിക്കലും പാസ്സാക്കലും കമ്മിറ്റിയെക്കാണലും ഒക്കെ ഞങ്ങൾ ചെയ്തോളാം, സാറിൻ്റെ വിഹിതം സാറിന് തരാം. അതുകൊണ്ടാണ് നാട് നീളെ ഈ ശീമക്കൊന്നയുടെ 10 നട്ടി വെച്ചിരിക്കുന്ന പോലെ ഹൈ മാസ്റ്റ് കാണാം. എന്തിനാ ഈ ഹൈ മാസ്റ്റ് എന്ന് എനിക്കറിയാൻ ഒരുപാട് സ്ഥലത്ത് ഹൈ മാസ്റ്റ്. അതുപോലെ വെയിറ്റിംഗ് ഷെഡ് കുറേ ഇങ്ങനെ തല്ലിക്കൂട്ടി വയ്ക്കും. അത് കാരണം ഈ ഫണ്ട് ചിലവാകണ്ടേ. എന്നിട്ടും മുഴുവൻ ഫണ്ട് ചിലവായിട്ടില്ല പലരുടെയും. നമ്മളതിൻ്റെ കണക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് പുറത്ത് വിട്ടതാണില്ല. ഈ ഗതികേടിലാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഈ പറഞ്ഞ പോലെ അവർ പ്രതീക്ഷിക്കുന്നു കുടിവെള്ളം, റോഡ് ഒക്കെ MP MLA ഇവരൊക്കെ ചെയ്തു തരേണ്ടതാണ്. പക്ഷേ എന്നാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യമുണ്ടേ, ഈ അവസാന വട്ടത്തിൽ പറഞ്ഞത്, അതായത് 19 സീറ്റിലും തോറ്റവർ തോറ്റു, ജയിച്ചവർ ജയിച്ചു. തൃശ്ശൂർ മാത്രം 2 മുന്നണിക്കും എന്തോ കള്ളത്തരം കാണിച്ചു. അതാണ് തൃശ്ശൂർ മാത്രം ശരിയായില്ല. കാരണം LDFനും UDFനും ദഹിക്കാത്ത ഒരു വിജയം തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒന്നുകിൽ LDFന് അല്ലെങ്കിൽ UDF ദഹിക്കുന്നുണ്ട്. ഇത് ദഹിക്കാതെ കിടക്കുന്നു. അതാണ് അവർ ഇടയ്ക്കിടയ്ക്ക് തികട്ടി ഛർദ്ദിക്കാൻ നോക്കുന്നത്. ഛർദ്ദിക്കാനും അവർക്ക് സാധിക്കില്ല. കാരണം ഈ സാധനം യാഥാർത്ഥ്യമാണ്, പുറത്തുനിന്ന് ഉണ്ടായതല്ല. തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറഞ്ഞാൽ ഓർഗാനിക് വിജയമാണ്, ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റാണ്. അത് ഛർദ്ദിച്ച് കളയാൻ സാധ്യമല്ല. പക്ഷേ ഛർദ്ദിക്കാൻ ഇവരുടെ വയറ്റിൽ ഇത് നിൽക്കുന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എണീക്കും ഉറക്കത്തിൽ. അതിനൊരു ശ്ലോകമുണ്ട്, അത് ഇച്ചിരി അശ്ലീലമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ കേൾക്കാൻ റെഡിയായി, എന്നാലും അത് വേണ്ട. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.